അത് മാത്രമല്ല ഇതിനു മേലെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ജയിലിൽ പോകില്ല, നിന്റെ അനിയനെയും കൊണ്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ഹീറോയെ വിരട്ടുന്നു. ഇവിടെയാണെങ്കിൽ ഈ പോലീസുകാരുടെ ഫ്രണ്ട് ആ ഡ്രൈവറിന്റെ വൈഫിനെയും കൊണ്ട് ഹീറോയെ കാണാൻ വേണ്ടി വന്നേക്കാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അപ്പൊ തന്നെ ഇറങ്ങിയോടി അവന്റെ സഹോദരന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവനോട് നിന്നെ പഠിപ്പിച്ചത് ചെയർമാൻ ആണോ എന്ന് ചോദിക്കുന്നു. പക്ഷെ അയാൾ നേരത്തെ ഇവനോട് ആര് ചോദിച്ചാലും ഇവന്റെ സ്പോൺസർഷിപ്പിന്റെ കാര്യം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ അയാൾ എനിക്ക് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്, ഞാനെല്ലാം സ്കോളർഷിപ്പിലാണ് പഠിച്ചത് എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ആ ചെയർമാൻ ആ ഡ്രൈവറിന്റെ വൈഫിനെ കണ്ട് ഞാൻ തന്നെയാണ് അന്ന് കാർ ഓടിച്ചിരുന്ന കാര്യം പറയുന്നു. പക്ഷെ നിന്റെ ഹസ്ബൻഡ് ജയിലിൽ പോയത് വെറുതെ ഒന്നുമല്ല, എന്റെ കയ്യിൽ നിന്ന് നല്ല കാശ് വാങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ചെയർമാന്റെ മൂത്ത മകനായി ചാമിന്റെ റെസ്റ്റോറന്റ് ഫുൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളാണ്. അതും ആ ഡ്രൈവറിന് ഒരു പ്രത്യുപകാരം ചെയ്തതാണ്. പക്ഷെ ഇതെല്ലാം വന്ന് നീ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇൻവെസ്റ്റ് എല്ലാം തിരിച്ചെടുക്കും, പിന്നെ അവനിക്ക് ഒന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ വിരട്ടുന്നു. അങ്ങനെ അവരും അവനോടുള്ള സ്നേഹം കാരണം സത്യങ്ങളൊന്നും പോലീസിനോട് പറയാതെ തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഹീറോ വന്ന് പോലീസുകാരുടെ ഫ്രണ്ടിനോട് ഈ നമുക്ക് ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോൾ തന്നെ ആ പോലീസുകാരന് കാര്യം മനസ്സിലാവും. അവനിക്ക് വരുന്ന ആ ഡൗട്ട് അവൻ ഹീറോയോട് അപ്പൊ പറയുന്നില്ല.